ഏകദേശം 1.5 വർഷം മുന്നേ ഈ ഒരു ബിസിനസ് അവസരം കേൾക്കുകയും അത് ഏറ്റെടുത്ത് ചെറിയ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യാണ്. ഈ സമയത്ത് വലിയ രീതിയിലുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മോട്ടിവേഷൻ രീതിയിലുള്ളൊരു സംസാരത്തിനോ എനിക്ക് യോഗ്യതയില്ല. കാരണം ഈ ഒരു മേഖലയിൽ ശിശുവാണ്. ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. ഈ ഒരു സമയത്ത് പാപ്പത്തങ്ങൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ സമയത്ത് എൻ്റെ ബിസിനസ് ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ കരിയറിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് പറഞ്ഞ് പഠിക്കാം എന്ന ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറയോ വർഷങ്ങൾ, 2 അതിലേറെയും വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ലീഡേഴ്സ് ആണ് ഇതിലിരിക്കുന്നത്. കുറച്ച് ആളുകളൊക്കെ പുതുതായിട്ട് കടന്നു വന്നവരും ഉണ്ടാവും. അപ്പോ ഈ പഴക്കം ചെന്ന തഴക്കമുള്ള ലീഡേഴ്സിന്റെ മുന്നിൽ ഒന്നും പറയാനുള്ള കഴിവ് എനിക്കില്ല. എന്നാൽ പുതിയ ആളുകൾക്ക് മനസ്സിലാവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിസിനസിന്റെ സാധ്യത എന്താണെന്നും ഈ ബിസിനസ് ചെയ്താൽ നമുക്കുണ്ടാവുന്ന നേട്ടം എന്താണെന്നും ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. അപ്പം ഈ ഒരു മീറ്റിലേക്ക് വന്നിട്ടുള്ള എല്ലാവരെയും എൻ്റെ വകയിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പറഞ്ഞു, കഴിഞ്ഞ 2024 ജനുവരി മാസത്തിൽ എൻ്റെ നാട്ടുകാരനായ ഇന്ന് LTC റാങ്കിൽ പ്രവർത്തിക്കുന്ന ഉമ്മർ ഉസ്താദിൽ നിന്നാണ് ഈ ഒരു അവസരത്തെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ കേട്ട സമയത്ത് അതിന്റെ സാധ്യതകൾ കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കാമെന്ന് തീരുമാനിച്ചു. കുറച്ച് ദിവസങ്ങൾ അതിനുവേണ്ടി മാറ്റിവെച്ച് വലിയൊരു അവസരമാണ് എന്ന് ബോധ്യപ്പെട്ട സമയത്ത് ഇതൊരു ബിസിനസ് ആയിട്ട് ഏറ്റെടുത്തതാണ്. അതോടൊപ്പം വ്യക്തിപരമായിട്ട് ഇത് ഉപയോഗിച്ച സമയത്ത് എനിക്ക് ഇതിൽ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഈ ഒരു അവസരത്തിൽ എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിച്ച ഉമ്മർ ഉസ്താദിന് ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇന്ന് എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ബാപ്പു തങ്ങൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമുക്ക് അറിയാം, നമ്മളൊക്കെ പല ജോലികളും ചെയ്യുന്ന ആളുകളാണ്. പല രീതിയിലുള്ള ജോലികൾ, ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. ഇതൊക്കെ ചെയ്യുന്നതിന്റെ ആത്യന്തികമായ ലക്ഷ്യം, അവസാന വാക്ക് എന്ന് പറയുന്നത് പണം സമ്പാദിക്കുക എന്നുള്ളതാണ്. പൈസ ഉണ്ടാക്കുക. നമ്മൾ പൊതുവെ പറയാറുണ്ട് പൈസ കൊണ്ട് ഇപ്പം എന്ത്, പൈസ കൊണ്ടാണ് എല്ലാം എന്ന് പൈസ ഉള്ള ആളുകളിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോ പണം ഉണ്ടാക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ പല രീതികളുണ്ട്. ബിസിനസ് ആവാം, ജോലിയാവാം, അങ്ങനെ പലതുമാണ്. പക്ഷെ ഇങ്ങനെ എന്ത് ചെയ്തിട്ടാണ് ആളുകൾ എളുപ്പത്തിൽ സമ്പന്നരാവുന്നത്, എങ്ങനെയാണ് ആളുകൾക്ക് നേട്ടം ഉണ്ടാവുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ പ്രത്യേകത നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാം. അപ്പൊ നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ ഏകദേശം 140 കോടിയിലധികം ജനങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് ഉള്ളത് എന്നാണ് ഏകദേശം കണക്കാക്കിയിട്ടുള്ളത്. ഈ ഒരു 140 കോടി ജനങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ സമ്പത്തിന്റെ ഏകദേശം 40% 1% ആളുകളുടെ കയ്യിലാണ് എന്നാണ്. അതായത് ഒരു 100 രൂപ ഉണ്ടെങ്കിൽ അതിൽ 40 രൂപയും ഒരാളെ കയ്യിലാണ്. ബാക്കി 99 ആളുകളെയും കൂടെ കയ്യിലുള്ളത് 60 രൂപ. കുറച്ചുകൂടെ അതിന്റെ അടുത്ത ഒരു സ്റ്റെപ്പ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഏകദേശം 77% സമ്പത്തും ഈ രാജ്യത്തുള്ള 10% ആളുകളുടെ കയ്യിലാണ്. അതായത് 100 രൂപ ഉണ്ടെങ്കിൽ അതിൽ 77 രൂപയും 10 ആളുകളുടെ കയ്യിലാണ്. ബാക്കി 90 ആളുകളുടെയും കൂടി കയ്യിലുള്ളത് 33 രൂപ. ഇത് ഒരു ഏകദേശം ഒരു 2025 തുടക്കത്തിലുള്ള കണക്കാണ്. ഇവിടെ നമ്മൾ അതിന്റെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് മനസ്സിലാക്കുമ്പോൾ
ജനസംഖ്യയിൽ പകുതിയിലേറെ വരുന്ന 140 കോടിയിൽ ഏകദേശം 70 കോടി അല്ലെങ്കിൽ 80 കോടിയോളം വരുന്ന താഴെ തട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കയ്യിലുള്ളത് ഇന്ത്യയുടെ സമ്പത്തിന്റെ വെറും 3% മാത്രം. അതായത് ആകെയുള്ള സമ്പത്തിന്റെ ഏകദേശം 3% മാത്രമാണ് ഈ താഴെ തട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള നമ്മൾ ആവറേജ് എന്ന് പറയുന്ന ആളുകളുടെ കയ്യിലുള്ളത്. ഇവിടെ ഇന്ത്യയിലുള്ള ഏറ്റവും അതിസമ്പന്നരായ ആളുകളുടെ ശതകോടീശ്വരന്മാരെ കണക്ക് നോക്കുകയാണെങ്കിൽ 166 പേര് അതിസമ്പന്നരാണെന്നാണ് ഈ 2022-23 കണക്കുകൾ പറയുന്നത്. 2025 കണക്കനുസരിച്ച് ഇന്ത്യയുടെ മൊത്തം കടബാധ്യത എന്ന് പറയുന്നത് 181 ട്രില്യൺ രൂപ. 181 ട്രില്യൺ, അതായത് 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1,00,000 കോടി. അങ്ങനെ വരുന്ന സമയത്ത് 181 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 181 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള കടബാധ്യത എന്ന് പറയുന്നത്, ഈ 140 കോടി ജനങ്ങളുടെ. ഇത് RBIന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ രാജ്യത്ത് ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞുൾപ്പെടെയുള്ള പ്രായമായ വൃദ്ധരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആവറേജ് ഒരു വ്യക്തിയുടെ ശരാശരി കടം എന്ന് പറയുന്നത് 4.8 ലക്ഷം, ഏകദേശം 5 ലക്ഷം രൂപ കടബാധ്യതയിലാണ് ഇന്ത്യയിൽ ഓരോ മനുഷ്യനും എന്നാണ് കണക്ക്. അതിൽ കടമില്ലാത്തവരുണ്ടാവും, അതിനേക്കാൾ കടമുള്ളവരുണ്ടാവും. ഇതിന്റെ ആവറേജ് ആണ് പറയുന്നത്. എന്നാൽ 2023 കണക്ക് പ്രകാരം 3.9 ലക്ഷം രൂപയായിരുന്നു. അവിടെ നിന്നാണ് ഏകദേശം 1 ലക്ഷത്തോളം രൂപ ഒരു വർഷം കൊണ്ട് കടബാധ്യത, ആളോഹരി കടബാധ്യത വർദ്ധിച്ചിട്ടുള്ളത്. ഇതിനുള്ള കാരണം സാമ്പത്തിക മേഖലയിലുള്ള മാന്ദ്യം ഇത് തന്നെയാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളിൽ ഒന്ന് എന്ന് നമുക്ക് പറയാം തൊഴിലില്ലായ്മ. തൊഴിൽ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ആളുകൾക്ക് എങ്ങനെ കാശ് ഉണ്ടാവും? ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും, ആവശ്യങ്ങൾക്ക് ഒരു കുറവുണ്ടാവില്ല, പക്ഷെ കാശ് കയ്യിലില്ല. കാശ് കയ്യിലില്ലാത്തടത്തോളം കാലം അയാൾ അത്യാവശ്യങ്ങൾക്ക് കടം വാങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അയാൾ കടക്കാരനായി മാറും. നമുക്ക് നമ്മുടെ നാട്ടുമ്പുറത്തെ സാധാരണയുള്ള കടബാധ്യതയുള്ള ആളുകളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ ഒരു കല്യാണമോ വീട് നിർമ്മാണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചികിത്സാ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അയാൾ കടം വാങ്ങും. അങ്ങനെ കടം വാങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് കടബാധ്യത കൂടും. ഇത് തൊഴിലിന്റെ, ഇന്ത്യ രാജ്യത്തെ തൊഴിലില്ലായ്മയുടെയും തൊഴിൽ ലഭ്യതയുടെയും ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 2025 മെയ് ജൂൺ മാസങ്ങളിൽ ഉൾപ്പെടെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് നമുക്ക് ലഭ്യമായിട്ടുള്ളത് മൊത്തം തൊഴിലില്ലായ്മ നിരക്ക് എന്ന് പറഞ്ഞാൽ 5.6% എന്നാണ് ഏകദേശം ഒരു കണക്ക്. അതായത് 5.6% എന്ന് പറയുമ്പോൾ ആകെയുള്ള ഇന്ത്യൻ ജനങ്ങളുടെ കണക്ക് വെച്ചിട്ട് ചെറിയ കുഞ്ഞുൾപ്പെടെ ഏറ്റവും പ്രായമായ വൃദ്ധരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നൊരു ആവറേജ് ആണ്. ഇത് നമ്മൾ യുവാക്കളിലേക്ക് ഏകദേശം ഒരു 18-നും 29-നും അല്ലെങ്കിൽ 30-നും ഇടയിലുള്ള ആളുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 15.5-16% തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. അതായത് തൊഴിൽ ഒന്നും കിട്ടാനില്ല. അപ്പൊ നമ്മൾ പറയും നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ തൊഴിലവസരങ്ങളുണ്ട്, കൂലിപ്പണിക്ക് ആളെ കിട്ടാനില്ല, അതുകൊണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കുകയാണല്ലോ എന്ന്. എന്നാൽ കേരളത്തിലെ സ്ഥിതി കുറച്ച് വ്യത്യസ്തമായിരിക്കും. എന്നാൽ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾ മറ്റു ഓൾ ഓവർ, അതായത് നമ്മൾ ഇന്ത്യയുടെ മൊത്തം കണക്ക് പറയുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോ ഇങ്ങനെ തൊഴിൽ ഇല്ലാത്ത ഒരു സാഹചര്യം വർദ്ധിച്ചു വരുന്ന സമയത്ത് കടം വർദ്ധിക്കാം. ഓരോ വർഷവും ഏകദേശം 1.5 കോടി ആളുകളാണ് തൊഴിൽ അന്വേഷകരായിട്ട് അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരുന്നത്, അതായത് തൊഴിൽ ആവശ്യമുള്ളവരായിട്ട് വരുന്നത്. ഈ 18-നും 30-നും ഇടയിലുള്ള 1.5 കോടി, 1.5 കോടി ജനങ്ങൾ ഓരോ വർഷവും തൊഴിൽ ആവശ്യമുള്ളവരായിട്ട് വരുന്നു. എന്നാൽ ഇതിനനുസരിച്ചുള്ള തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഗവൺമെന്റിന് ഒരു നിലക്കും ഇത്രയും ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു സംവിധാനവും ഇല്ല, ഒരു ഗവൺമെന്റിനും. ഏത് ഭരണകൂടമായിക്കോട്ടെ, സംസ്ഥാനം പറയുകയാണെങ്കിലും കേന്ദ്ര തലത്തിൽ പറയുകയാണെങ്കിലും. ഈ ഒരു സമയത്ത് പ്രൈവറ്റ്, സ്വകാര്യ മേഖലയിൽ ഉണ്ടാവുന്ന തൊഴിലവസരങ്ങൾ എന്ന് പറഞ്ഞാൽ അതും വളരെ കുറവാണ്. ഇനി സ്വകാര്യ മേഖലയിലൊക്കെ തന്നെ ജോലിയൊക്കെ കിട്ടിയാൽ തന്നെയും അവിടുത്തെ പ്രശ്നങ്ങൾ, ടെൻഷന്, ജോലി ഭാരം, ആവശ്യങ്ങൾക്ക് തികയാത്ത അവസ്ഥ, ഇത് വലിയ മാനസിക പിരിമുറുക്കം വരെ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്.
സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ പോലും കടബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അവിടെയുള്ള കാരണം ഇവരുടെ ജീവിത ചെലവിനനുസരിച്ചുള്ള ഒരു വരുമാനം അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ജോലി, സ്ട്രെസ്, ടെൻഷൻ, പിരിമുറുക്കം അത് ഭയങ്കരമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു അവസരത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ഓരോ 140 കോടി ജനങ്ങളിൽ ഓരോ വർഷവും അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകൾ ഓരോ കോളേജുകളിൽ നിന്ന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. എഞ്ചിനീയർ, ഡോക്ടേഴ്സ്, അത്തരത്തിലുള്ള IT പ്രൊഫഷണൽ ഉൾപ്പെടെയുള്ള ഹൈ ക്വാളിറ്റി ഉള്ള ആളുകളാണ് ഈ പറയുന്നത്. സാധാരണ ജനങ്ങളുടെ അത് വേറെ. ഇങ്ങനെ ആളുകൾ ഇഷ്ടം പോലെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഇതിനൊന്നുള്ള തൊഴിൽ കൊടുക്കാനുള്ള അവസരം നിലവിൽ ഇന്ത്യ രാജ്യത്തില്ല. രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ച ഉയരുന്നതായിട്ട് സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൾ കാണാമെങ്കിലും അതിനനുസരിച്ചുള്ള തൊഴിൽ സൃഷ്ടിക്കപ്പെടുകയോ സാമ്പത്തികമായി വ്യക്തികളിലേക്ക് ഉന്നമനം ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. വലിയ സമ്പത്തുള്ള ആളുകൾക്ക് അവരുടെ സമ്പത്ത് വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട്. നല്ല അത്രയും ഉന്നതിയിലുള്ള ആളുകൾക്ക് അവർക്ക് വീണ്ടും വീണ്ടും അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ കഴിയും. എന്നാൽ ദരിദ്രനായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആള് കൂടുതൽ കൂടുതൽ താഴ്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സ്വകാര്യ മേഖലയിൽ പോലും കടുത്ത സാമ്പത്തിക മാന്ദ്യം, സർക്കാർ തലത്തിൽ ഏതായാലുണ്ട്, സ്വകാര്യ മേഖലയിലും കടുത്ത സാമ്പത്തിക മാന്ദ്യം നേരിടുന്ന ഈ ഒരു സമയത്ത് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന സർക്കാരും പ്രോത്സാഹിപ്പിക്കുന്ന സമയത്ത് ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ അല്ലെങ്കിൽ 3-4 വർഷങ്ങൾ കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമുക്ക് ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, നല്ല ഹൈ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകൾ പോലും സ്വകാര്യ മേഖലയിൽ, പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ചെറിയ ജോലികൾ ചെയ്യേണ്ട അവസ്ഥ. ഇനി സർക്കാർ മേഖലയിലായിക്കോട്ടെ, ഇപ്പൊ PSC ഒക്കെ എഴുതിയിട്ട് ലാസ്റ്റ് ഗ്രേഡ് ഒക്കെ ജോലിക്കൊക്കെ ചെയ്യുന്ന ആളുകൾ ഒരുപക്ഷെ അവർക്ക് അതിനേക്കാൾ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കാം എന്നല്ല, നമുക്കറിയാം ഒരുപാട് ആളുകളെ. പക്ഷെ അവർക്ക് ആ ഒരു ജോലിയൊന്നും കിട്ടാൻ ഒരു സാധ്യത ഇല്ലാത്തത് കൊണ്ട് അവർ ഈ കിട്ടിയ ജോലി എന്ന നിലക്ക് എന്തെങ്കിലും ഒരു സർക്കാർ ജോലി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ കിട്ടിയ ജോലി വലുതായി കണ്ട് ഏറ്റെടുക്കുക ചെയ്യുന്നത്. ഒരിക്കലും അവർ തൃപ്തരല്ല. ജോലി ഇല്ലാത്തത് കൊണ്ട് കിട്ടിയതങ്ങ് ഏറ്റെടുത്തതാണ്. ഇവിടെ ആളുകളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും മാനസികമായിട്ടുള്ള വലിയ പിരിമുറുക്കം ഉണ്ടാവുകയും ചെയ്യാണ്. ചെയ്യുന്ന ജോലി ഒരു നിലക്കും ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ ഇവർക്ക് കഴിയുന്നില്ല. കാരണം അവരാഗ്രഹിച്ച ജോലിയല്ല കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സിറ്റുവേഷനിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ ആസ്വദിച്ച് ജോലി ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഇത് ഏറ്റെടുക്കാൻ പുതുതലമുറ തയ്യാറായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള തെളിവുകൾ നമ്മൾ പല ഭാഗത്തുനിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ചെറിയ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് വലിയ മുതൽ മുടക്കില്ലാതെ തുടങ്ങി വിജയിപ്പിച്ചെടുക്കാവുന്ന ഒരു അവസരം എന്നതാണ് ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ പ്രത്യേകത. ഈ മേഖലയിൽ പ്രവർത്തിച്ച് വിജയിച്ച് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളെ അവർ ചെയ്യുന്ന രീതി കണ്ട് പഠിച്ച് മനസ്സിലാക്കി അതേപോലെ പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഇവിടെ കിട്ടുന്നത്. ഇതിന് വലിയ രീതിയിലുള്ള സ്ഥലം, നമ്മൾ പൊതുവെ പറയാറുള്ള ലാൻഡ് ലേബർ ക്യാപിറ്റൽ, ഭൂമി വേണ്ട, റൂം വേണ്ട വാടകക്ക്. അതിന് പ്രത്യേകിച്ച് തൊഴിലാളികളെ നമ്മൾ ജോലിക്കാരായിട്ട് ശമ്പളം കൊടുത്ത് നിർത്തേണ്ട ആവശ്യമില്ല. മുതൽ മുടക്ക് ആവശ്യമില്ല. എന്നാൽ നമ്മൾ മറ്റെന്ത് ബിസിനസ് തുടങ്ങണമെങ്കിലും ഏറ്റവും ആദ്യമായിട്ട് നമുക്കൊരു റൂം സ്പേസ് വേണം. ഗോഡൌൺ പോലത്തതാണെങ്കിൽ അങ്ങനെ വേണം. പാർക്കിംഗ് സൗകര്യം വേണം. ഒരുപാട് നൂലാമാലകൾ അവിടെ തരണം ചെയ്യണം. വലിയ എമൗണ്ടുകൾ, ലക്ഷങ്ങൾ മുടക്കണം. പലപ്പോഴും കുറച്ചുകൂടെ ഒക്കെ അപ്പുറത്തേക്ക് കിടക്കുകയാണെങ്കിൽ കോടികൾ മുടക്കണം. ഇങ്ങനെ മുടക്കിയിട്ട് ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ട് നമ്മൾക്ക് അത് അവസാനിപ്പിക്കണമെങ്കിൽ അവിടെ നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുന്നത്. ഒന്ന്, ഈ ഫർണിച്ചർ, ഇന്റീരിയർ വർക്ക് പോലത്തെ കാര്യങ്ങൾക്ക് മുടക്കിയിട്ടുള്ള കാശ് ഒരു നിലക്കും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. എക്യുപ്മെന്റ്സ്, ഉപകരണങ്ങൾ പോലത്തത് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു നിലക്കും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി വിൽക്കുകയാണെങ്കിൽ തന്നെ പുതിയത് പഴയതിന്റെ വിലക്ക് വിൽക്കേണ്ടി വരും. അവിടെയും നഷ്ടങ്ങളാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു സ്റ്റോക്കും വേണ്ട, വലിയ രീതിയിലുള്ള സ്റ്റോക്ക് ആവശ്യമില്ല.
ഇതൊന്നും ഇല്ലാതെ നമുക്ക് തുടങ്ങി വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയ ഈ ഒരു അവസരം നമ്മൾ മനസ്സിലാക്കി ഏറ്റെടുത്താൽ നമ്മുടെ ഈ ഒരു ടീമിൽ പോലും ഉള്ള വലിയ വലിയ ലീഡേഴ്സ് നേടിയിട്ടുള്ള നേട്ടങ്ങൾ നമുക്കും നേടാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അവർക്കൊക്കെ കിട്ടിയിട്ടുള്ള ID പോലെ തന്നെ നമ്മുടെ ID അവർക്കൊക്കെ കൊടുക്കുന്ന അതേ ബിസിനസ് പ്ലാനാണ്. നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ ഒരിക്കലും ആളുകളുടെ പഴക്കം വരുന്നതിനനുസരിച്ച് സീനിയോറിറ്റിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ കൂടുന്നതിനനുസരിച്ച് ഒന്നും പ്ലാനിൽ ഒരു വ്യത്യാസവും ഇല്ല. റാങ്ക് മാറുന്നതിനനുസരിച്ച് ആരായാലും അതിനനുസരിച്ചുള്ള നേട്ടങ്ങൾ വരുമാനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും എന്നതാണ്, ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. അവിടെ ഇപ്പോ ഒരാള് ഒരു വർഷം കൊണ്ട് TC റാങ്കിൽ എത്തിയാലും ഒരു മാസം കൊണ്ട് TC റാങ്കിൽ എത്തിയാലും കമ്പനി നൽകുന്നത് ഒരേ രീതിയിലുള്ള സർട്ടിഫിക്കറ്റും ഒരേ രീതിയിലുള്ള ആനുകൂല്യങ്ങളുമാണ്. അത് ഏത് റാങ്കിലേക്ക് തന്നെ ആണെങ്കിലും. അപ്പോ എത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നോ, എത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ സ്റ്റെപ്പുകൾ കയറി മുന്നോട്ട് പോകാൻ കഴിയുന്നോ, അവിടെയാണ് നമ്മുടെ വിജയം. പിന്നെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആകുമ്പോൾ നമ്മൾ പൊതുവെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആകുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ബിസിനസിന്റെ സാധ്യത. ഇപ്പോ ബിസിനസ് ആകുമ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പൊ എന്ത് പ്രൊഡക്റ്റ് ആണ്? ഹൈ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഇനി ഭാവിയുടെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് വരാൻ പോകുന്നതാണ് വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഈ വെൽനസ് ഇൻഡസ്ട്രിയുടെ സാധ്യത മനസ്സിലാക്കി നമ്മുടെ കമ്പനി 13 വർഷം മുന്നേ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നു. എന്നാൽ സർക്കാരുകൾ ഈ അടുത്ത കാലങ്ങളിലാണ് നാട്ടിൽ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ വെൽനസ് സെന്ററുകളാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അത് ശ്രദ്ധിക്കാൻ വേണ്ടി പ്രത്യേക ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ കൊടുത്തുകൊണ്ട് വെൽനസ് രീതിയിലേക്ക് മാറണമെന്ന് സർക്കാരുകൾ ഈ അടുത്ത മാസങ്ങൾ, കുറച്ച് മാസങ്ങൾക്ക് അല്ലെങ്കിൽ 1-2 വർഷങ്ങൾക്കൊക്കെ മുന്നേ തീരുമാനിച്ച് പല നാടുകളിലും നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പോലും വെൽനസ് സെന്ററുകളാക്കി മാറ്റുകയാണ്. അതായത് അവിടെ ഇനി ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ രോഗിയായിട്ട് പനിയായിട്ട് അല്ലെങ്കിൽ പ്രയാസങ്ങളായിട്ട് ഇങ്ങോട്ട് വരുന്നതിന് പകരം രോഗം വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന കാര്യത്തിലും അതിനു വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻസ് സപ്ലിമെന്റ് പോലത്തത് കൊടുത്തുകൊണ്ട് ആളുകളെ ആരോഗ്യമുള്ളവരാക്കി നിർത്താനുള്ള സംവിധാനമാണ് സർക്കാർ പോലും ആലോചിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ പൊതുവെ പറയുകയാണെങ്കിൽ രോഗനിലവാരം ഒരുപാട് കൂടി വരികയാണ്. പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ. നമ്മുടെ ഒരു കൊച്ചു കേരളത്തെ എടുത്ത് നോക്കിയാൽ പോലും ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് പ്രതിരോധം തന്നെയാണ് വളരെ അത്യാവശ്യമായിട്ടുള്ളത്. അവിടെ പ്രതിരോധിക്കുമ്പോൾ മാത്രമേ നമുക്ക് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അതിന് വെൽനസ് ഉൽപ്പന്നങ്ങൾ, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ വേണം. അതാണ് നമ്മുടെ കമ്പനി ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് എന്ന രീതിയിൽ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോ ഒന്ന് ഹൈ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ നമുക്ക് കിട്ടണം. കൃത്യമായ ട്രെയിനിങ്ങുകൾ കിട്ടാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ കമ്പനിക്കുണ്ട്. അതോടൊപ്പം ടീം ബേസ്ഡ് ആയിട്ടുണ്ട്. ഇവിടെ ഇത് പഠിച്ചെടുത്ത് നിരന്തരമായ പരിശീലനത്തിലൂടെ ഇത് പഠിച്ചെടുത്ത് ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രത്തോളം കമ്പനി ആനുകൂല്യങ്ങൾ, എത്രത്തോളം മുകളിലേക്ക് കമ്പനി ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് വാങ്ങിയെടുക്കാൻ കഴിയും. കമ്പനി നമ്മോട് പറയുന്ന ഒരു കാര്യം, യൂസ് ദ പ്രൊഡക്റ്റ്, ഫീൽ ദ പ്രൊഡക്റ്റ്, ലവ് ദ പ്രൊഡക്റ്റ്, റെക്കമെൻഡ് ദ പ്രൊഡക്റ്റ്. നിങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നോക്കുക. നിങ്ങളത് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇതിലൊരു വിശ്വാസം വരണം. ഈ ഉൽപ്പന്നത്തിൽ ഇത് കൊടുത്താൽ ഒരു കുഴപ്പമില്ല, അത് സത്യമാണ്, മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല, ഞാൻ ഗ്യാരണ്ടി എന്ന് പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിച്ച് നോക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ 130ഓളം പ്രൊഡക്റ്റുകളുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് നോക്കാൻ കഴിയൂല. ലീഡേഴ്സ് പറയാനുള്ളത് പോലെ നമ്മൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ ഇത് വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് ഈ ചോറിലുള്ള എല്ലാ അരിമണിയും എടുത്ത് നോക്കല്ലോ. ഒന്ന് കോരും, അതിൽ നിന്ന് 1-2 മണി ഞെക്കി നോക്കും, അത് അവിടെ ഇട്ടിട്ട് ഒന്നും കൂടെ കോരും, അതിൽ നിന്നും അപ്പൊ തന്നെ 1-2 അരിമണി ഞെക്കി നോക്കും. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും, ആ കുഴപ്പമില്ല, അരി വെന്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ അല്ലെങ്കിൽ 1 മിനിറ്റ് കൂടെ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതേ രീതിയിൽ വെൽനസ് പ്രൊഡക്റ്റുകളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു, ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് എന്ന് ബോധ്യപ്പെട്ടാൽ എല്ലാം ഉപയോഗിച്ചോളണമെന്നില്ല. 2-3 കാര്യം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നെഞ്ചരിച്ചിൽ, ഗ്യാസ്, അസിഡിറ്റി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായതോടു കൂടിയാണ് ഞാനിത് സജീവമായിട്ട് ഏറ്റെടുത്തത്.
ഫസ്റ്റ് തന്നെ ഞാനൊരു 15,000 രൂപക്ക് മാത്രമാണ് പ്രൊഡക്റ്റ് വാങ്ങിയത്. അത് ഒന്നുമില്ല, കുറച്ച് ഉപയോഗിച്ച് നോക്കാം, പിന്നെ ആർക്കെങ്കിലും കുറച്ച് കൊടുത്തു നോക്കാം, ശരിയാണോ എന്ന് നോക്കാം. ശരിയാണെങ്കിൽ ഏറ്റെടുക്കാമെന്ന് തീരുമാനിച്ചു. ഉപയോഗിച്ച് ഗുണം കിട്ടിയപ്പോഴാണ് പിന്നെ ഒരു 35,000 കൂടെ വാങ്ങിയിട്ട് ഒരു ഹോം ഷോപ്പിയായിട്ട് ഹോം മീറ്റിംഗ് ഒക്കെ നടത്തിയത്. അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് നമുക്ക് നേട്ടം ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടാൽ, മനസ്സിൽ ബോധ്യപ്പെട്ടാൽ, അന്ന് നമ്മൾ ഇത് മറ്റുള്ളവരോട് പറയാൻ തുടങ്ങണം. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ വാക്കിലുള്ള കോൺഫിഡൻസ്, അതായത് നമ്മൾ പറയുന്ന നമ്മുടെ ആത്മവിശ്വാസം, ഈ ആത്മവിശ്വാസമാണ് നാളുകളിൽ മറ്റൊരാളെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ നമ്മൾ പറയാതെ ഞാനിപ്പോ നെഞ്ചത്തിന് ലിവഗെ എന്ന് പറഞ്ഞത് ഒരു ഇതായി കുടിച്ചിരുന്നത്, അത് എനിക്ക് മാറ്റമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോ ഞാനിപ്പോ നമ്മൾ പറയാ, ഞങ്ങൾ ഉപയോഗിച്ച് നോക്കി കുഴപ്പമില്ല എന്നാ കേട്ട്, ലീഡേഴ്സ് ഒക്കെ പറഞ്ഞത് നല്ലതാണ് എന്നാണ് പറഞ്ഞതെങ്കിൽ ഒരു മനുഷ്യനത് വാങ്ങാൻ പോകുന്നില്ല, കുടിക്കാനും പോകുന്നില്ല, അവർക്ക് നേട്ടം ഉണ്ടാവാനും പോകുന്നില്ല, നമുക്കും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ ഞാൻ പറയാണ്, ഇത് ലിവഗെ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ഞാൻ അത് ഉപയോഗിച്ച് എന്റെ അസുഖം കംപ്ലീറ്റ് മാറി, നല്ല പ്രൊഡക്റ്റ് ആണ്, അടിപൊളി സാധനമാണ്, 100% ഞാൻ ഗ്യാരണ്ടി എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ല, അവരത് വാങ്ങിയിരിക്കും, അവരത് ഉപയോഗിച്ചിരിക്കും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി ഏതെങ്കിലും രീതിയിൽ അവർക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ലീഡേഴ്സ് പറയാറുള്ളത് പോലെ തന്നെ എന്തെങ്കിലും വേറെ ഒരു പ്രയാസമോ പ്രശ്നമോ ഉണ്ടാവാം. അത് നമ്മൾ ഒന്നുകൂടെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു പക്ഷെ അതിനുള്ള പ്രൊഡക്റ്റ് കൂടെ കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, മാറിയിരിക്കും. ഇത് അനുഭവത്തിൽ നിന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ അതിലും വലിയ മോട്ടിവേഷൻ വേറെ ഒന്നും വേണ്ടി വരില്ല. ഒരിക്കലും ബെല്ലി സാറ് പലപ്പോഴും പറയാറുണ്ട്, മോട്ടിവേഷനിലൂടെ ചെയ്യേണ്ട ബിസിനസ് അല്ല ഇതെന്നാണ്. ഇത് പഠിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട ബിസിനസ് ആണ്. മോട്ടിവേഷൻ നമുക്ക് ഭയങ്കരമായിട്ട് പറയാ, കുറെ കാറുകൾ കാണിച്ചിട്ട്, കുറെ എവിടെയൊക്കെ ഉള്ള കുറെ ലീഡേഴ്സിന്റെ ഫോട്ടോ കാണിച്ചിട്ട് വലിയ വലിയ ആഡംബര കാറുകൾ ഇവർ വാങ്ങിയിട്ടുണ്ട്, ഇതേപോലെയുള്ള കാറ് നിങ്ങൾക്കും സ്വന്തമാക്കാം, ഇതൊക്കെ കമ്പനി കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് പറഞ്ഞ് നമുക്ക് അങ്ങനെ ആളുകളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരൊക്കെ ചെയ്യാം. പക്ഷേ അതിനൊന്നും വലിയ ആയുസ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള മോട്ടിവേഷൻ അല്ല ശരിക്കും പറഞ്ഞാൽ ഡയറക്ട് സെല്ലിങ്ങിൽ വേണ്ടത്, അതല്ലെങ്കിൽ ഈ ഒരു MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനിയിൽ വേണ്ടത്. ഇവിടെ ഹൈ ക്വാളിറ്റിയുള്ള, ക്വാളിറ്റി അല്ല ഹൈ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ്. ആയുഷിന്റെ പ്രീമിയം ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഇന്ന് നിലവിൽ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന മുന്നണിയുമായി പോലും ഒരുപാട് ബന്ധമുള്ള ആളുകൾക്ക് പോലും ആയുർവേദ കമ്പനികൾ ഉണ്ട്. പക്ഷേ അവർക്കൊന്നും ഈ ആയുഷിന്റെ പ്രീമിയം ക്വാളിറ്റി, അതായത് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അത് കിട്ടണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരിക്കണം, ഒരു വിട്ടുവീഴ്ച അവിടെ ഇല്ല. അത് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് ആയുഷ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. കൂടാതെ ഉപയോഗിച്ച ആളുകളുടെ സാക്ഷ്യം അത് മറ്റൊന്നാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഉപയോഗിച്ച് കിട്ടിയ ആളുകൾ പറയുന്ന റിസൾട്ട് മറ്റൊരു മുതൽക്കൂട്ടാണ് നമുക്ക്. ഇത് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കാന് നമ്മൾ ഉമർസാദൊക്കെ ചെയ്യുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുക കൂടി ചെയ്താലോ? പഴയ ബെല്ലിസാറും ഒക്കെ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന സമയത്തുള്ള സാഹചര്യം അല്ല ഇന്ന്. സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വളരെ ശക്തമാണ്. ഈ ഒരു സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ ഇതിന്റെ പ്രൊഡക്റ്റുകൾ ആളുകളിലേക്ക് എത്തിക്കാൻ തുടങ്ങിയാൽ, AI പോലത്തെ സാങ്കേതിക വിദ്യകൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇതിന്റെ റിസർച്ചിന് വേണ്ടിയിട്ടും ഇത് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒന്നുമില്ല. ഇപ്പൊ ലിവഗൈൻ എന്നൊരു പ്രൊഡക്റ്റ്, ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ഫോട്ടോ AI ഏതെങ്കിലും ഒരു ടൂള് നമുക്ക് പറ്റിയ ഒരു ടൂളിൽ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ചെറിയ മലയാളത്തിലുള്ള ഒരു കുറിപ്പ് വേണമെന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ ഈ ലിവഗൈന്റെ ഗുണങ്ങൾ AI നമുക്ക് ഇങ്ങോട്ട് ടൈപ്പ് ചെയ്തിട്ട് തരും. ഈ സാധനം കോപ്പി എടുത്തിട്ട് വാട്സപ്പിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി, സ്റ്റാറ്റസ് ഇട്ട് കൊടുത്താൽ മതി. ഇത്രക്ക് സാങ്കേതിക വിദ്യ വളർന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നഷ്ടം നമ്മൾക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ചിന്തിക്കുന്നത്, എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ടല്ല, ശരിക്കും പറഞ്ഞു നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് എന്ന് പറയാം. ഇപ്പോ ഒരാളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കൽ അദ്ദേഹത്തിന്റെ കടമയാണ്, ബാധ്യതയാണ്. ഒരാളുടെ മാതാവിനോ പിതാവിനോ ഒരു രോഗം വന്നു, ഒരു ആശുപത്രിയിൽ കുറച്ച് മാസങ്ങളൊക്കെ ചികിത്സിക്കേണ്ട ഒരു സാഹചര്യം, വീട്ടിൽ നിന്ന് അവരെ പരിചരിക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ ആൾക്ക് നല്ല സാമ്പത്തിക ഭദ്രത ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ രോഗിയായ മാതാവിനോ പിതാവിനോ നല്ല സാമ്പത്തിക ഭദ്രത ഇല്ലെങ്കിൽ ഈ ആൾക്ക് എങ്ങനെ ഇയാളെ പരിചരിക്കാൻ കഴിയും, ശുശ്രൂഷിക്കാൻ കഴിയും, എങ്ങനെ ചികിത്സിക്കാൻ കഴിയും?
2 3 ഒരാഴ്ച 2 ആഴ്ച ചിലപ്പോൾ ഒരു മാസം വരെയൊക്കെ ആശുപത്രിയിൽ നമുക്ക് കൂട്ടുനിന്ന് ചികിത്സിക്കാൻ കഴിയും. പക്ഷേ അത് വീണ്ടും നീണ്ടു പോവുകയാണെങ്കിൽ ഈ മനുഷ്യന് ജോലിക്ക് പോകണം. ആ സമയത്ത് ജോലി നഷ്ടപ്പെട്ട് അദ്ദേഹം കുറച്ച് പ്രായമുള്ള കല്യാണം കഴിച്ച കുട്ടികളൊക്കെ ഉള്ള ഒരു ആളും കൂടി ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ മക്കളുടെ കാര്യങ്ങൾ നോക്കണം. അതോടൊപ്പം പിതാവിന്റെ ചികിത്സക്ക് മാതാവിന്റെ ചികിത്സക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ സാമ്പത്തികം, ഇത് എല്ലാം കൂടെ ഒരു മനുഷ്യന് ഒരു നിലക്കും താങ്ങാൻ കഴിയില്ല. അവിടെയാണ് പല പ്രയാസങ്ങൾ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള പല വിഷയങ്ങൾ ഉണ്ടാവുന്നത്. എന്നാൽ ഈ രോഗിയായി കിടക്കുന്ന പിതാവിന്റെ അക്കൗണ്ടിൽ ഇഷ്ടം പോലെ കാശുണ്ടെങ്കിലോ, അല്ലെങ്കിൽ രോഗിയായി കിടക്കുന്ന പിതാവിന് ഇഷ്ടം പോലെ സമ്പത്തുണ്ടെങ്കിലോ, സ്വത്തുണ്ടെങ്കിലോ, ഭൂമി ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ അദ്ദേഹം ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് വാടക കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലോ, എത്ര കാലം വേണമെങ്കിലും ഈ മാതാപിതാക്കളെയോ ആരാണോ രോഗിയായി കിടക്കുന്നത് അവരെ പൊന്നുപോലെ നോക്കാൻ ഈ മക്കൾക്ക് കഴിയും. അല്ലാത്ത സാഹചര്യത്തിൽ നോക്കണമെന്ന് മക്കൾക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടായിരിക്കൂല, പക്ഷെ അവരുടെ അവസ്ഥ വെച്ചിട്ട് അവർക്ക് അതിന് കഴിയൂല. ഈ ഒരു സാഹചര്യത്തിൽ ഉപ്പന്റെ അക്കൗണ്ടിൽ ഇഷ്ടം പോലെ കാശ് ഉണ്ടെങ്കിൽ ഇയാൾ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ ഒരു പ്രയാസമില്ല. നാളുകളിൽ നമ്മളൊക്കെ ഇങ്ങനെ ഒരു രോഗം വന്ന് ഒരു ചികിത്സ തേടേണ്ട ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ ഇഷ്ടം പോലെ കാശ് അവിടെ എടുക്കാനുണ്ടെങ്കിൽ ഒരാൾക്കും ഒരു പ്രയാസമില്ലാതെ അവര് നമ്മളെ പരിചരിക്കും. അവർക്ക് അവരുടെ കുടുംബ ചെലവിനും അവരുടെ മറ്റു കാര്യങ്ങൾക്കും അതോടൊപ്പം നമ്മുടെ ചികിത്സക്കും ആവശ്യമായ കാശ് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ, നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, ഒരു പ്രയാസമില്ല, ഒരു മാനസിക വിഷമവും ഇല്ലാതെ പൂർണ്ണ സന്തോഷത്തോടു കൂടി പൂർണ്ണ തൃപ്തിയോടുകൂടി അവർ നമ്മളെ പരിചരിക്കും. അല്ലാത്ത സാഹചര്യമാണെങ്കിൽ അവർക്ക് അതിന് കഴിയൂല. പക്ഷെ പരമാവധി ആളുകൾ ശ്രമിച്ചേക്കും, ശ്രദ്ധിച്ചേക്കും, പക്ഷെ കഴിയൂല. കാരണം ഒരുപക്ഷെ ലോൺ ഉണ്ടാവാം, വേറെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവാം, കുടുംബത്തിൽ ചെലവ്, കുട്ടികളുടെ പഠനം, ഇങ്ങനെ സാമ്പത്തിക ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. മാത്രമല്ല ഒരു വർഷം മുന്നേ ഉള്ള ചെലവ് പോരെ ഈ ഒരു വർഷം. അതായത് ഓരോ വർഷവും നമ്മളുടെ ഒരു മാസത്തെ ദൈനംദിന ചെലവിനുള്ള കാശ് കൂടിക്കൂടി വരികയാണ്. എന്നാൽ വരുമാനം അങ്ങനെ കൂടുന്നില്ല. പല ആളുകൾക്കും അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഒട്ടുമിക്ക ഒരു 75-80% ആളുകൾക്കും വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുക, താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിനുള്ള കാരണം ഒന്ന്, തൊഴിൽ അന്വേഷകരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1,50,000 അതായത് 1.5 കോടി ആളുകൾ ഓരോ ദിവസവും തൊഴിൽ അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങുന്നു. 18-നും 29-30-നും ഇടയിലുള്ള 1.5 കോടി ആളുകളാണ് ഓരോ വർഷവും തൊഴിൽ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. ഇവർക്കൊക്കെ തൊഴിൽ വേണ്ടേ? ഞാൻ ഇന്ന് ഒരു സ്ഥാപനത്തിൽ ഒരു 25,000 രൂപക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതേ ക്വാളിറ്റിയുള്ള ഒരുപക്ഷെ അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടെ കഴിവുള്ള ഒരാൾ വന്നിട്ട് ജോലി അന്വേഷിക്കുകയാണ്. അയാളോട് മാനേജറോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളോ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് ശമ്പളം എത്ര വേണം എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു 20,000 രൂപയെങ്കിലും കിട്ടേണ്ടിയിരുന്നു, എന്നാലേ എനിക്ക് ഒക്കുള്ളൂ എന്ന് പറഞ്ഞാല് മാനേജർക്ക് അല്ലെ എന്റെ സ്ഥാപന ഉടമക്ക് അവിടെ സന്തോഷമാണ്. കാരണം എനിക്ക് നിലവിൽ 25,000 തന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് 20,000-ന് ജോലി ചെയ്യാൻ ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും ആ സ്ഥാപനം അദ്ദേഹത്തിന് അവിടെ എടുക്കും, എന്നോട് പറയും വേറെ പണി നോക്കണം. സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ അങ്ങനെയുള്ള ഒരു പ്രശ്നം അതാണ്. ഇനി സർക്കാർ മേഖലയിലാണെങ്കിലോ അവിടുത്തെ ഒരു മാനസിക സമ്മർദ്ദം. എന്നാൽ ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ നോ ബോസ് ബിസിനസ് ആണ്. ഇവിടെ നമ്മളെ കടിഞ്ഞാണിടാൻ, അതായത് നമ്മൾക്ക് പട്ടത്തിന്റെ കടിഞ്ഞാൺ പോലെയുള്ള ഒരു കടിഞ്ഞാൺ ഉണ്ട്, അത് നിർബന്ധമാണ് എന്നതിലപ്പുറം വേറെ ഒരു രീതിയിൽ രാവിലെ 8 മണിക്ക് ഇറങ്ങണം, വൈകിട്ട് 6 വരെ ഫീൽഡിൽ ഉണ്ടായിരിക്കണം, ഇന്ന ദിവസം ഇന്ന ഏരിയയിലേക്കാണ് പോവേണ്ടത്, ഇന്ന ദിവസം ഇത്ര ടാർഗറ്റ് ആണ്, ഇങ്ങനെ ഒന്നും പറയാനുള്ള ഒരു ബോസ് നമുക്ക് ഇവിടെ ഇല്ല. എന്നാൽ കടിഞ്ഞാൺ ഉണ്ട്, അത് കടിഞ്ഞാൺ വേണം, അത് ലീഡേഴ്സ് ആണ് കടിഞ്ഞാൺ. ആ പട്ടത്തിന്റെ കയറ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ താഴേക്ക് പതിക്കേണ്ടി വരും. അപ്പം അത് ഒരിക്കലും ഒരു ബോസ് എന്ന രീതിയിലല്ല, ഒരു രക്ഷിതാവ് എന്ന രീതിയിലാണ് അവിടെ നമുക്കുള്ളത്. അപ്പോ ഈ ഒരു ബിസിനസ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും നമ്മുടെ സമയത്തിനനുസരിച്ചും ചെയ്യാവുന്നതാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം ഇതിന്റെ ഭാവി, ഇപ്പൊ ഈ തൊഴിൽ അന്വേഷിച്ച് ഇറങ്ങുന്ന ഫീൽഡിലേക്ക് ഇറങ്ങുന്ന അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകളൊക്കെ എവിടെ പോയിട്ടാണ് അവർ അഭയം തേടുക? എന്താണ് അവർക്ക് ചെയ്യാനുള്ളത്? ഇവിടെയാണ് യുവാക്കൾ മയക്കുമരുന്ന് പോലത്തെ മേഖലകളിലേക്ക് എത്തിപ്പെട്ടു പോകുന്നത്. ഒരിക്കലും ഈ മയക്കുമരുന്ന് ഉപയോഗിക്കണമെന്നോ അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ വലിയ ഗുണം ഉണ്ടാവുമെന്നോ എന്ന് ചിന്തിച്ചിട്ടല്ല ഇവർ ചെയ്യുന്നത്. അവരുടെ ജീവിത സാഹചര്യത്തിൽ
ഇത് ഒരു വല്ലാതെ മാനസിക പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് സൗജന്യമായിട്ട് അവർക്ക് കൊടുക്കും. ടെൻഷൻ അടിച്ചിരിക്കല്ലേ, പ്രയാസമല്ലേ, ജോലി ഇല്ലാത്ത പ്രശ്നമല്ലേ, ഇനി ഒന്നും നോക്കണം, ഇതൊന്നും ചെയ്തു നോക്ക്, ഭയങ്കരമായിട്ട് എനിക്ക് മാനസികമായിട്ട് ഒരു ഉല്ലാസം കിട്ടുമെന്നൊക്കെ പറയും. ഒന്ന്. രണ്ടാമത്തെ ഒരു രീതി, വലിയ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന ഒരാളെടുത്ത് വന്നിട്ട് ഈ ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്കുണ്ടാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാന്ന് ഇവർ പറഞ്ഞു കൊടുക്കും. ആരും അറിയാൻ പോകുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്, ആരും കാണാൻ പോകുന്നില്ല, ഒരിക്കലും പോലീസ് പിടിക്കൂല എന്നൊക്കെയുള്ള മോട്ടിവേഷൻ കിട്ടുന്ന സമയത്ത് ഒന്നുമില്ലല്ലോ, ആരും അറിയുന്നില്ലല്ലോ, വേറൊരു പ്രശ്നവും ഇല്ലല്ലോ, തൽക്കാലം കുറച്ച് കാശ് ഉണ്ടാക്കാൻ, ഒന്നുകിൽ പഠന ആവശ്യത്തിന്, അല്ലെങ്കിൽ കടമ്പ് കിട്ടാൻ, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങാൻ, അല്ലെങ്കിൽ ചികിത്സക്ക്, അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളെ സാമ്പത്തിക നേട്ടം പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ അവരുടെ വലയിലേക്ക് ആക്കുന്നത്. അതേ സ്ഥാനത്ത് ഇങ്ങനെ ഒരു കാശൊക്കെ അത്യാവശ്യമുണ്ട്, ഒരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്, പിന്നെ പഠനം കഴിഞ്ഞു, ഇനി ഒരു സ്വന്തമായിട്ട് കാശ് സമ്പാദിക്കേണ്ട ഒരു ലെവലിലേക്ക് എത്തുകയാണ് എന്ന് തോന്നുന്ന സമയത്ത് ഡയറക്ട് സെല്ലിങ്ങിന്റെ സാധ്യത പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ ഈ ഒരു ബിസിനസ് പരിചയപ്പെടുത്തി അത് പഠിപ്പിച്ചു കൊടുത്ത് കൂടെ നിർത്തിയാൽ ഇവർ നാളുകളിൽ നമ്മുടെ അസറ്റായി മാറും. ഒരു സംശയവുമില്ല. കാരണം ഇവർ കാശ് വേണ്ടാത്ത ഒരു മനുഷ്യനും ഇല്ല. ഞാൻ പറയാറുണ്ട്, ഒരു പക്ഷേ നമ്മൾക്ക് കാശ് ഉണ്ടെങ്കിൽ, പൊതുവെ കാശ് കൊണ്ട് മാത്രം കാര്യം, പക്ഷെ കാശ് ഉണ്ടെങ്കിൽ എന്തും നേടാൻ കഴിയും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വിലക്ക് വാങ്ങാൻ കഴിയാതായിട്ട് ഒന്നുമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. അത് ഡയറക്റ്റ് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്നത് അല്ലെങ്കിൽ പോലും കാശ് ഉണ്ടെങ്കിൽ പലതും നേടാൻ കഴിയുന്ന സാഹചര്യമാണ്. അവിടെ കാശിനാണ് പ്രധാനം. നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ പറയും ഞാൻ ഇപ്പൊ എന്തിനാ ജീവിക്കുന്നത്, മക്കൾക്ക് വേണ്ടിയിട്ട്. മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കാതെ നമുക്ക് കൂടി വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, അപ്പൊ നമ്മള് പഴയ എന്റേതൊക്കെ എന്റെ തൊട്ട് കുറച്ചുകൂടെ മുകളിലുള്ള പ്രായമുള്ള ആളുകളൊക്കെ ചിന്തിച്ചാൽ അവരൊക്കെ ജീവിത സാഹചര്യം വളരെ മോശമായിരിക്കും. അന്നത്തെ സിറ്റുവേഷനിൽ ഒരു ആവറേജ് കുടുംബം അല്ലാത്ത എല്ലാവരുടെയും ഭക്ഷണത്തിന് പോലും ഒരുപാട് പരിമിതികൾ, പ്രശ്നങ്ങളുള്ള ജീവിതമായിരിക്കും അവർക്കൊക്കെ. എന്നാൽ അവരുടെ മക്കളോടോ അല്ലെങ്കിൽ മക്കളുടെ മക്കളോടോ ഇന്ന് ആ സംഭവം പറഞ്ഞു കൊടുത്താൽ അവർക്ക് വിശ്വസിക്കാൻ പോലും കഴിയൂല. അങ്ങനെയൊന്നും ഇവരെന്തായി പറയുന്നത്, പൊട്ടത്തരാണോ പറയുന്നത് ചോദിക്കും. എന്നാൽ അത് അനുഭവിച്ചവർക്ക് അതിന് പ്രയാസം അറിയുള്ളൂ. അപ്പൊ അങ്ങനത്തെ ജീവിത സാഹചര്യത്തിൽ ജീവിച്ച് നമ്മളെ മക്കളും അതേ സാഹചര്യത്തിൽ ജീവിക്കും എന്ന് കരുതരുത്, ചിന്തിക്കരുത്. എന്നാൽ മക്കൾക്ക് വേണ്ടിയിട്ടല്ല ഈ ബിസിനസ് ചെയ്യേണ്ടത്, നമ്മൾക്ക് വേണ്ടിയിട്ട് ആദ്യം ചെയ്യാം. അത് മക്കൾക്കും കിട്ടും, ഒരു സംശയവുമില്ല. നമ്മൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കാശ് നാളെ മക്കൾക്കും ഉപകരിക്കും, നമ്മൾക്കും നമ്മുടേതായ സന്തോഷത്തിൽ ജീവിക്കാൻ കഴിയും. ഇങ്ങനെ ഏത് മേഖലയിലുള്ള ആളാണെങ്കിലും ഒരു ടീം വർക്കിന്റെ ഭാഗമായിട്ട് വലിയ ഉന്നതിയിലേക്ക് എത്താൻ കഴിയുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്. സർക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണം, ഒരു ഗവൺമെന്റിനും ഇനി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക എന്ന് പറഞ്ഞ സംഭവം നടക്കാൻ പോകുന്നില്ല. വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ പോലും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പരിമിതികളുണ്ട്, അല്ലെങ്കിൽ നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. നിലവിലുള്ള വേക്കൻസികൾ പോലും കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട എന്നാണ് സർക്കാരുകളുടെ തീരുമാനം. പുതിയ വേക്കൻസികൾ സൃഷ്ടിക്കപ്പെടുന്ന എന്നിട്ടല്ലേ നമ്മുടെ നാട്ടിലൊക്കെ എന്തോരം MBBS പൂർത്തിയാക്കിയ ആളുകളാണ് ഓരോ വർഷവും പുറത്തിറങ്ങുന്നത്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ എത്രത്തോളം ആളുകളാണ് പുറത്തിറങ്ങുന്നത്. അപ്പൊ ഇവർക്കൊക്കെ ഇപ്പൊ MBBS അല്ലാതെ ആയുർവേദം, യുനാനി, സിദ്ധ പോലത്തെ മേഖലകളിൽ ഓരോ വർഷവും എത്രയാണ് പാസിംഗ് ഔട്ട് വരുന്നത്. ഈ ആളുകൾക്കൊക്കെ എവിടെയാണ് തൊഴിൽ കിട്ടുന്നത്? ഒരു വെൽനസ് പ്രൊമോട്ടർ അല്ലെങ്കിൽ വെൽനസ് കൺസൾട്ടന്റ് ആയിട്ട് എന്തുകൊണ്ട് ഒരു MBBS കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയെ, അല്ലെങ്കിൽ MBBS കഴിഞ്ഞ ഒരു യുവതിയായ അല്ലെങ്കിൽ ഒരു യുവാവായ ആളെ ഒരു വെൽനസ് കൺസൾട്ടന്റ് ആയിട്ട് എന്തുകൊണ്ട് നമുക്ക് മാറ്റിക്കൂടാ? അവര് പഠിച്ചത് ആരോഗ്യ മേഖലയാണ്. അതേപോലെ ആരോഗ്യ മേഖല തന്നെയാണ് ഇത് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിച്ചാൽ അവർക്ക് ഈ ബിസിനസ് പറഞ്ഞു കൊടുത്താൽ അവരൊരു വെൽനസ് കൺസൾട്ടന്റ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ഒരു വെൽനസ് പ്രൊമോട്ടർ ആയിട്ട് മാറും. ആ സമയത്ത് ഈ ഒരു ഇൻഡസ്ട്രി, നമ്മുടെ ടീം, നമ്മുടെ ഗ്രോത്ത് അത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയൂല. അപ്പം വളരെ പ്രയാസപ്പെടുന്ന, ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, എനിക്ക് നടക്കാൻ പോലും വയ്യാത്ത അത്തരം ആളുകളെ നിർബന്ധിച്ച് GTS മറ്റും കൊണ്ടുപോകുന്ന, എഴുത്തുവരെ കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോകുന്ന അങ്ങനെ ബിസിനസ് കേൾപ്പിക്കുന്നതിന് പകരം ഉമർസ്ഥാദിന്റെ മക്കൾ ആയിട്ടുള്ള സത്യബോധ സാറും സാറൊക്കെ ചെയ്യുന്ന രീതിയിൽ എന്തുകൊണ്ട് ചെറുപ്പക്കാരിലേക്ക് നമുക്ക് ഇത് എത്തിച്ചുകൂടാ? നമ്മൾ എപ്പോഴും നോക്കുന്നത്, ഞാൻ എന്റെ പ്രായക്കാര് അല്ലെങ്കിൽ എന്നേക്കാൾ പ്രായം കൂടുതലുള്ള ആള്, അതിൽ നിന്ന് മാറിയിട്ട് എന്നേക്കാൾ കഴിവുള്ള, എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആളുകളിലേക്ക് ഞാൻ ഈ ബിസിനസ് എത്തിച്ചു കൊടുത്താലോ? ഞാൻ എനിക്ക് അറിയുന്ന രീതിയിലൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാവുകയും ചെയ്ത് ഇവർക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലോ?
ഇവരുടേതായ രീതിയിൽ സെർച്ച് ചെയ്തിട്ട് ഗവേഷണങ്ങൾ നടത്തിയിട്ട് റിസർച്ച് നടത്തി അവര് ടീം ഡെവലപ്പ് ചെയ്യും. സാങ്കേതിക വിദ്യ അത്രയും നമുക്ക് സപ്പോർട്ടാണ്. അപ്പൊ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറായാൽ എല്ലാ കാര്യങ്ങളും ഘടകങ്ങളും അനുകൂലമാണ്. ഇന്ന് പഴയ അവസ്ഥ അല്ല. ഒരുപക്ഷെ ഉമർ ഉസ്താദ് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് 5 വർഷമായെങ്കിലും ഞാൻ പോലും കാര്യമായിട്ട് ഇത് ഏറ്റെടുക്കുകയോ അംഗീകരിക്കുകയോ ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ഇങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ എവിടെയൊക്കെയോ ഉണ്ട്, നമ്മളൊന്നും വെറുതെ അതിന് തലവെക്കാൻ പോകേണ്ട, എന്തൊക്കെയോ തട്ടിപ്പുകൾ പല സ്ഥലത്ത് നടക്കുന്നതാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു. പക്ഷെ അതല്ല ഇത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ബെല്ലി സാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ മറ്റു പല ലീഡേഴ്സും പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നൈ പോകേണ്ട കാര്യം, മംഗലാപുരം പോകേണ്ട കാര്യം, കോയമ്പത്തൂർ പോകേണ്ട കാര്യം, നമുക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. നമ്മുടെ ഫോണിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 2-ാം ദിവസം സാധനം കൊറിയറിൽ കിട്ടും, ഒരു സംശയമില്ല. ഏതെങ്കിലും രീതിയിൽ ഒരു ദിവസം കൂടെ ഒക്കെ വൈകിയാൽ 3 ദിവസം, 3-ാം ദിവസം പ്രൊഡക്റ്റ് നമ്മളെ കയ്യിൽ കിട്ടുകയാണ്. അന്നത്തെ അവസ്ഥ അതൊന്നും അല്ലല്ലോ. ഇനി ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയ ഏതെങ്കിലും ഒരാളെ ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാനുണ്ടോ? ഇന്ന് നമ്മളോട് ആളുകൾ ഈ ഒരു പ്രൊഡക്റ്റ്, ഇന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അതിന് റിസൾട്ട് കിട്ടിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരേ വിഷയത്തിന് ഉപയോഗിച്ച ഒരു 25 എണ്ണം ഒരേ സമയം നമുക്ക് ലിങ്ക് എടുത്തിട്ട് കൊടുക്കാൻ കഴിയും. അല്ലെങ്കിൽ ഉമർ ഉസ്താദിന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നോക്കിയാൽ അതിൽ കാണും ഏത് റിസൾട്ടിന്, ഏത് വിഷയത്തിന് വേണമെങ്കിൽ. ജസ്റ്റ് നമ്മൾ ഒന്ന് അതിന്റെ സെർച്ച് ബാറിൽ പോയിട്ട് നമുക്ക് എന്താണോ വേണ്ടത്, മൂത്രക്കല്ല് ആണെങ്കിൽ മൂത്രക്കല്ല് എന്നൊന്ന് അടിച്ചു കൊടുത്താൽ മതി. മൂത്രക്കല്ലുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ടുകൾ എന്തൊക്കെ അതിലിട്ടിട്ടുണ്ട് അതൊക്കെ അങ്ങോട്ട് കാണിക്കും. അതുപോലെ ഏത് വിഷയമാണ് അങ്ങനെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ യൂട്യൂബിലുണ്ട്, ഇതിലൊക്കെ ഉണ്ട്. നമ്മൾ ആ ഒരു പേജിൽ പോയിട്ട് അവിടുത്തെ സെർച്ച് ബാറിൽ ആ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അടിച്ചു കൊടുത്താൽ അതിന്റെ റിസൾട്ട് മാത്രമായിട്ട് ഇങ്ങോട്ട് കാണിക്കും. പഴയ അവസ്ഥ അങ്ങനെ അല്ലല്ലോ. ബെല്ലിസാറൊക്കെ വരുന്ന സമയത്ത് 6 പ്രൊഡക്റ്റ്, ഇന്നോ ഓരോ വർഷവും 25-30 എന്ന് പറഞ്ഞ പോലെ പുതിയ പ്രൊഡക്റ്റുകൾ വരികയാണ്. ഇനി അതൊന്നും അല്ല പറയുന്നത്, 2030 കൂടി, അതായത് ഇപ്പൊ നമ്മൾ 2025 നിലവിൽ നമ്മൾ ജീവിക്കുന്നത്. 2030 കൂടി 1000 പ്രൊഡക്റ്റുകൾ നമ്മളെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു രീതിയിലേക്കാണ് പ്ലാനിങ് എന്നാണ് നമ്മുടെ MD നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചിന്തിച്ചു നോക്കുക, 1000 പ്രൊഡക്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു നമ്മളത്തെ ഇതിന്റെ ഒരു കാറ്റലോഗ് ഉണ്ടെങ്കിൽ ബ്രോഷർ നമ്മൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 25 പ്രൊഡക്റ്റ് എന്തായാലും ആൾക്ക് വേണ്ടിയായിരിക്കുമല്ലോ, ഒരു വീട്ടിലേക്ക് വേണ്ടിയ 1000 പ്രൊഡക്റ്റ് വരുന്ന സമയത്ത്. അങ്ങനെ ഒരു 25 പ്രൊഡക്റ്റ് വാങ്ങുന്ന ഒരു 100 കുടുംബത്തെ നമുക്ക് കിട്ടിയാൽ ഒരാളും ഒരു ബിസിനസ്സും ചെയ്യണ്ട, വേറെ ഒരാളും ഒരു ബിസിനസ്സും ചെയ്യുന്നില്ല. പക്ഷെ നമ്മളെ കൂടെ ഒരു 100 പേര് ജോയിൻ ചെയ്തു. അവർ ജോയിൻ ചെയ്തൊന്നല്ല, അവർക്ക് പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞു, ഓക്കെ നമ്മൾ ഐഡിയ അടിച്ചിട്ടു. അങ്ങനത്തെ ഒരു 100 ആള് കിട്ടിയാൽ തന്നെ നമ്മുടെ ടേൺ ഓവർ എവിടെ എത്തും? അപ്പോ തെങ്ങ് വെക്കുന്ന പോലെ നമ്മൾ ഇത് വെച്ച് നനച്ച് വളർത്തി കൊണ്ടുവന്നാൽ 3-4 വർഷം കഴിയുന്ന സമയത്ത്, ഒരു 3 വർഷം മാക്സിമം, 3 വർഷം നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ, അവിടെ നമ്മൾ ഐഡിയ അടിച്ചിട്ടു. ഞാനിപ്പോ എത്രയായി വന്നിട്ട്, ഇന്നലെ ഞാൻ ഒരാൾ സംസാരിച്ച സമയത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ മുമ്പിൽ ഐഡിയ അടിച്ചിരുന്നു, കുറെ ആയി ഐഡിയ അടിച്ചതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പൊ പറഞ്ഞു. ഇന്നെനിക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഐഡിയ അടിച്ചതുകൊണ്ട് മാത്രം ഒന്നും കിട്ടൂല. ഞാനൊരു 1/2 മണിക്കൂർ അദ്ദേഹത്തെ സംസാരിച്ച് അവസാനം നേരിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പോ ഐഡിയ അടിച്ചത് കൊണ്ട് മാത്രം കിട്ടൂല. നമ്മൾ ഇതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് ടീം ഡെവലപ്പ് ചെയ്യുക. അതായത് ബിസിനസ് വോള്യം മാച്ച് ആവണം. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അതാണ്, ബിസിനസ് വോള്യം മാച്ച് ആവണം. പോയിന്റ് അപ്പുറം എത്തണം. അത് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് വരുമാനം കിട്ടുള്ളൂ. അത് എത്തണമെങ്കിൽ നമ്മൾ അതിന് വേണ്ട ലീഡേഴ്സ് തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. അതിന് കുറെ ക്രൈറ്റീരിയകൾ ഉണ്ട്. അത് നമ്മൾ ഒക്കെ ഒരുപാട് തവണ കേട്ടതാണ്, പഠിച്ചതാണ്, മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആ സിസ്റ്റത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളൊന്നും ചിന്തിക്കുന്ന രീതിയിൽ അല്ലാത്ത, അതായത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു വളർച്ച ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഉണ്ടാവാൻ പോവുകയാണ്. അടുത്തൊരു 2 വർഷം കൊണ്ട് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഉണ്ടാകാൻ പോകുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ ഒരാൾ പറയാണ്, ഇങ്ങനെ ഒരു മൊബൈൽ ഫോൺ വരുന്നുണ്ട്, അതിലിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ ഗൾഫിലുള്ള ആളൊക്കെ നമുക്ക് ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കാണാൻ കഴിയും. അപ്പൊ നമുക്ക് ഇങ്ങനെ അയാളെ കണ്ടുകൊണ്ട് സംസാരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അയാളെ പൊട്ടനാന്ന് പറയും, ഭ്രാന്തനാന്ന് പറയായിരുന്നു കുറച്ചു കാലങ്ങൾക്ക് മുന്നേ. പക്ഷെ ഫോണ് വന്നു, ആളുകൾ കാണുകയും വിളിക്കുകയും ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ശരിയല്ലേ, നടക്കൂലേ എന്നിട്ടൊക്കെയായി. അല്ലെങ്കിൽ എന്താന്ന് പറയുന്നത്, അങ്ങനെ നടക്കാൻ ചിന്തിക്കാൻ പോലും, അതൊക്കെ എങ്ങനെ നടക്കാനാ? ഗൾഫിലുള്ള ഒരാൾ വീഡിയോ ഇവിടെ കാണാൻ കഴിയുമോ? അല്ല, മറ്റേ സാധാ ലാൻഡ് ഫോണുള്ള സമയത്ത് കുഴപ്പമില്ല, അതിന് വയറുണ്ടല്ലോ, വയറിൽ കൂടെ എങ്ങനെ പോയിട്ട് വയർ ഇങ്ങനെ അവിടെ ഗൾഫിൽ എത്തിയിട്ടാണ് നമ്മൾ ഈ ശബ്ദം കേൾക്കുന്നത് നമുക്ക് പറയായിരുന്നു. ഇത് വയർലെസ് ആയിട്ടുള്ള മൊബൈൽ എന്ന് പറയുന്ന സാധനം വരുന്ന സമയത്ത് ഒരു കണക്ഷനും ഇവിടെ ഇല്ല, ഒരു ചെറിയ ഒരു സാധനം. അപ്പൊ ഇത്തിരി പോയതൊരു സാധനത്തിൽ നിന്ന്
ഗൾഫിലേക്കൊക്കെ വിളിക്കാം, അവിടെയുള്ള ആള് പറയുന്നത് നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് കേൾക്കാം എന്ന് പറയുകയാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ അതിന്റെ ഒരു സാങ്കേതിക വിദ്യ എവിടെ എത്തി എന്ന് ചോദിച്ചാൽ ഊഹിക്കാൻ കഴിയില്ല. ആ കോലത്തിലേക്ക് ഗ്രോത്ത് ഉണ്ട്. അതാണ് ഡയറക്ട് സെല്ലിങ്ങിലും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലും നടക്കാൻ പോകുന്നത്. കമ്പനികൾ ഇഷ്ടംപോലെ പലതും വന്നിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ നോക്കേണ്ടത് വിജയിച്ചവരുടെ ട്രാക്ക് റെക്കോർഡ് എവിടെയാണുള്ളത്. ഏത് കമ്പനി നമ്മളൊരു പഞ്ചായത്ത് എടുക്കുക. ഞാൻ പലപ്പോഴും പറയാറുള്ളത്, എന്റെ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ അയാളുടെ ഒരു പഞ്ചായത്ത്, അയാളുടെ ആ ഒരു പഞ്ചായത്തിൽ ഈ ഒരു ബിസിനസ്സിലൂടെ അയാൾ വേറെ ഏതെങ്കിലും ബിസിനസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു ബിസിനസ്സിലൂടെ വിജയിച്ച് ഏറ്റവും ചുരുങ്ങിയ 50,000 രൂപയെങ്കിലും മാസത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന, ഏറ്റവും മിനിമം ഒരു 50,000 രൂപ മാസത്തിൽ കിട്ടുന്ന എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ അത് മാത്രം മതി. എന്നാൽ നമുക്ക് പറയാം, MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് ഒരു 3 വർഷം റെഗുലർ ആയിട്ട് നല്ല നിലക്ക് പ്രവർത്തിച്ച സമയത്ത് മാസത്തിൽ 50,000-ഉം അതിലേക്ക് മുകളിലും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരുപാട് ആളുകളെ എന്റെ ഈ നാട്ടിൽ, എന്റെ ഈ പഞ്ചായത്തിൽ, എന്റെ ഈ ഒരു ജില്ലയിൽ പേര് എഴുതി കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇത് ജീവിക്കുന്ന തെളിവുകളാണ്, ജീവിക്കുന്ന തെളിവുകളാണ്. അല്ലെങ്കിൽ മറ്റു പ്രൊഡക്റ്റുകളുടെ പരസ്യം ഈ സെലിബ്രിറ്റികൾ, സിനിമാ നടന്മാരോ നടിമാരോ എന്ന് പറയും പോലെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള പരിപാടിയല്ല. നേരത്തെ സ്ക്രിപ്റ്റ് ചെയ്ത് ഇന്ന രീതിയിൽ എന്നതല്ല സംഭവം. ജീവിക്കുന്ന തെളിവുകൾ മാത്രം നമ്മൾ പറയുന്നത്. അപ്പൊ വരുമാനം കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇനി വരുമാനം കിട്ടുന്നില്ലെങ്കിൽ അതിന് കാരണങ്ങളും ഉണ്ടാവാം. ഐഡിയ അടിച്ച് 3 കൊല്ലമായി എന്നതുകൊണ്ട് ഒരിക്കലും വരുമാനം കിട്ടൂല, എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് പല ആളുകളും പറയും, ഞാൻ 25,000 രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞതാണ്, 25,000 രൂപയ്ക്ക് എടുത്തിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, സാധനം വെറുതെ കിടക്കുകയാണ്, വെറുതെ ആയിപ്പോയി എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവാം. അവര് ഈ സാധനങ്ങൾ, ഇപ്പൊ ഞാൻ ചോദിച്ചു, ഒരാൾ സാധനം ചെലവാകുന്നില്ല പറഞ്ഞ സമയത്ത് നിങ്ങൾ ഡെയിലി സ്റ്റാറ്റസ് വെക്കാറുണ്ടോ? ഇല്ല. നിങ്ങൾ ആളുകൾക്ക് ഇത് ബിസിനസ് പറയാറുണ്ടോ? ഞാൻ എങ്ങനെ പറയാനാ, എനിക്ക് പറയാൻ പറഞ്ഞൂടാ. അല്ല നിങ്ങൾ ലീഡറെ കൂട്ടി പോയി പറഞ്ഞ, അല്ല അതിന് ഞാൻ പിന്നെ അങ്ങനെയാണ്. ഒരു രക്ഷയില്ല അവിടെ. നമ്മൾ ഡെയിലി സ്റ്റാറ്റസ് വെക്കുക. അപ്പൊ ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ മെനിയാന്ന് ലിവഗെയിന്റെ ഒരു പോസ്റ്റർ ഇട്ട സമയത്ത് എനിക്ക് ഒരുപാട് അന്വേഷണങ്ങൾ വന്നു. ഞാൻ അറിയാത്ത, എന്നെ അറിയാത്ത ആളുകൾ. അതിന്റെ മുമ്പ് ഞാനൊരു സ്റ്റാറ്റസ് ഇട്ട വകയിൽ എനിക്ക് വന്ന ഒരു സെയിൽ 9,000 രൂപന്റെ. ഈ ആൾക്ക്, ഇയാള് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയിൽ പോയ സമയത്ത് വേറെ എവിടെയുള്ള, ആലപ്പുഴ എവിടെയുള്ള ഒരാൾ ഈ ബിസിനസിന്റെ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പൊ എന്റെ സ്റ്റാറ്റസ് കണ്ട സമയത്ത് പറയാം, എനിക്ക് ഇത് വേണം പറഞ്ഞു. അവസാനം ഞാനൊരു ബില്ല് ഇട്ടിരാന്ന് പറഞ്ഞപ്പോ 95 ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ ബില്ല് ഇട്ടിരുന്നത് 9,000 രൂപയുടെ സാധനം കൊണ്ടുപോയി കൊടുത്തു ഈ അടുത്ത ദിവസം. അദ്ദേഹം തന്നെ അത് 2 മാസമായി. അദ്ദേഹം തന്നെ ദുബായിൽ പോയി വീണ്ടും വന്നു. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ വീണ്ടും മെസ്സേജ് ഇട്ടു 4,000 രൂപയുടെ പ്രൊഡക്റ്റ്. ഇത് എന്റെ സ്റ്റാറ്റസ് കണ്ടതുകൊണ്ട് കിട്ടിയ സെയിലാണ്. അപ്പൊ നമ്മുടെ ഫേസ്, നമ്മുടെ മുഖമാണ് നമ്മുടെ സ്റ്റാറ്റസ്. വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാൻ എന്താ നമുക്ക് തടസ്സമുള്ളത്? അതുപോലും ചെയ്യാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കുക അങ്ങനെയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ സ്റ്റാറ്റസ് മുടങ്ങാതെ വെക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല, 6 മാസം കൊണ്ട് അയാളുടെ ബിസിനസിന്റെ ശൈലി തന്നെ മാറും. മുടങ്ങാതെ 6 മാസം നമ്മൾ സ്റ്റാറ്റസ് വെച്ചു ഒരു 3-4 പോസ്റ്റർ ഡെയിലി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് 10, 15, 20 ഒക്കെ പോസ്റ്റർ ഒന്നായിട്ട് സ്റ്റാറ്റസ് വെക്കുന്ന ആളുകളുണ്ട്. ഒരു രക്ഷയില്ല, ഒരു കാര്യമില്ല, ആരും ശ്രദ്ധിക്കൂല, ഒക്കെ സ്കിപ്പ് ചെയ്ത് പോവുകയുള്ളൂ. 3, 4, 5 വരെയുള്ള ഒരു ഇതാണെങ്കിൽ ആളുകൾ ജസ്റ്റ് ഒന്ന് കാണും. ഡെയിലി കാണുന്ന സമയത്ത് അവരുടെ മനസ്സിലേക്ക് പതിയും, ഇതെന്താ സംഭവം, ഇവരിങ്ങനെ ഡെയിലി വെക്കുന്നുണ്ടല്ലോ, എന്തായിരിക്കും ഇത്, വെറുതെ പോകാൻ ചെയ്യൂലല്ലോ, മോനൊക്കെയാണെങ്കിൽ അങ്ങനത്തെ ഒരാളാണല്ലോ എന്ന ഒരു രീതിയിലേക്ക് ആളുകളെ ചിന്ത വരുന്ന സമയത്ത് ഒരു ലൈക്ക് ഇട്ട് കഴിഞ്ഞാൽ അവരോട് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്ത് സംസാരിച്ച് നോക്കി കഴിഞ്ഞാൽ അവർക്ക് പ്രൊഡക്റ്റ് ആവശ്യം ഉണ്ടാവും. പറയാൻ പ്രയാസമാണ്. ഇവനോടൊക്കെ ഇപ്പൊ എങ്ങനെ പറയൂ, ഈ ഇവനെ ഓട്ടോഷൂട്ട്സ് നടന്നിരുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ വേറെ ഈ നാടൻ പണിക്ക് വയറിങ്ങിന് പോയിരുന്ന, അല്ലെങ്കിൽ പ്ലംബിങ്ങിന്റെ പണി എടുത്തിരുന്ന ഇവനോട് ഇപ്പം മരുന്ന് വാങ്ങി കുടിക്കാൻ പറ്റുമോ, ഓനൊക്കെ ഇപ്പൊ ഡ്രോപ്ഡ് ആയോ എന്നുള്ള ചെറിയൊരു ഈഗോ പ്രശ്നമൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷേ നാളുകളിൽ നമ്മുടെ ഗ്രോത്ത് കാണുന്ന സമയത്ത്, നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്ത ആളുകൾക്ക് റിസൾട്ട് കിട്ടിയെന്ന് അവർ കേൾക്കുന്ന സമയത്ത് ഒരു സംശയമില്ല, അവര് നമ്മളെടുത്ത് വന്നിരിക്കും. ബെല്ലി സാറ് പറയാറുണ്ട്, ഇന്ന് വിദ്യാഭ്യാസ യോഗ്യതയും കാര്യങ്ങളും ഒന്നും ചോദിക്കാതെ നമ്മൾ അങ്ങോട്ട് കയറി കൈയും കാലും പിടിച്ച് ഐഡി അടിക്കുകയാണ്. പക്ഷെ നാളുകളിൽ നമ്മുടെ വീട്ടിൽ വന്ന് കോളിംഗ് ബെൽ അടിച്ചിട്ട് സാർ എനിക്ക് ഒരു ഐഡി തരുമോ എന്ന് ചോദിച്ച് ആളുകൾ വരുന്ന ഒരു സാഹചര്യം വരാനുണ്ട്. എനിക്ക് ഒരു ഐഡി വേണം, എനിക്ക് നിങ്ങളെ കൂടെ ഒന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതിനൊരു അവസരം തരുമോ എന്ന് ചോദിച്ച ആളുകൾ നമ്മൾ വീട്ടിൽ വരുന്ന സാഹചര്യം വരാൻ പോവാണെന്ന്. സംശയമൊന്നുമില്ല, അവിടേക്കൊക്കെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എന്റെ പോസ്റ്റ് കണ്ടിട്ട് എന്റെ ഒരു പഴയ സുഹൃത്ത് എനിക്ക് കുറെ മെസ്സേജ് അയച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തോ ബിസിനസ് കാര്യങ്ങൾ ചെയ്യണ്ടല്ലോ, ഞാൻ ഖത്തറിലുള്ളത്, എനിക്കിപ്പോ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ട്,
ഞാൻ നിങ്ങളെ കൂടെ വന്നിട്ട് നിങ്ങളെ ചാനലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ലൈറ്റ് പിടിക്കാനെങ്കിൽ നിങ്ങളെ കൂടെ പോരാന്നൊക്കെ വിചാരിച്ചതിനും ഇതിപ്പോ നിങ്ങളിപ്പോ വേറെന്തോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയി പോയിട്ടുണ്ട്, എനിക്ക് എന്തോ ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും മെച്ചമുള്ള പരിപാടിയാണെങ്കിൽ കുറച്ച് പൈസ ഒക്കെ ഞാനും മുടക്കായിനു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു, മെസ്സഞ്ചറിൽ. ഞാൻ റിപ്ലൈ കൊടുത്തു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എന്റെ ഡീറ്റെയിൽസ് ഒക്കെ അങ്ങോട്ടേക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടേക്കാം, ബാക്കി കാര്യങ്ങൾ നാട്ടിൽ വന്നിട്ട് ചെയ്യാം. ഇതാണ് അവസ്ഥ. ആളുകൾ ഇങ്ങോട്ട് ചോദിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളി സാറിന്റെ ഒരു വാക്കും വെറുതെ ആയി പോകുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെ മൂപ്പര് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഇനി പറയുന്നില്ല, ഒരുപാട് സമയം ഇപ്പൊ തന്നെ അതിക്രമിച്ചിട്ടുണ്ട്. 6:55 വൈകിപ്പോയതിൽ ക്ഷമ ചോദിക്കുന്നു. എന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ, പ്രത്യേകിച്ച് പുതിയ ആളുകൾക്ക് എന്തെങ്കിലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷം. പഴയ ആളുകളോട്, ഈ ബിസിനസ് കേട്ട് താമിച്ച ആളുകളോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്നാലും അവരൊക്കെ കേട്ട് നിന്നതിന് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട്, എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിച്ച ഉമർ ഉസ്താദിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, എന്നെ ഇന്ന് ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ച് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ, എനിക്കൊന്ന് പറഞ്ഞു പഠിക്കാനുള്ള ഒരു അവസരം തന്ന ബാപ്പുത്തങ്ങൾ സാറിന് ഹൃദ്യമായ നന്ദി പറഞ്ഞുകൊണ്ട്, MC ചെയ്ത സുലൈഖ മേഡത്തിനും നന്ദി പറഞ്ഞുകൊണ്ട്, എന്നെ കേട്ട എല്ലാവർക്കും ഹൃദ്യമായ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ജയ് മൈലേ.